Yes, good afternoon. Good afternoon, sir. Good afternoon. ആളുകളെല്ലാം കുറവാണല്ലോ. വന്നോണ്ടിരിക്കുകയായിരിക്കും, sir. Good afternoon, sir. Yes, good afternoon. സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. യെസ്, പ്രശ്നമില്ല. ഓക്കെ, റെഡി. ലെറ്റ് us start. അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് പഠിച്ച് നിങ്ങളുടെ വരവിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവണ്ടേ? ഓക്കെ, ലെറ്റ് us start. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നിങ്ങളോട് ചോദിക്കലും പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനതൊന്നുകൂടി ഒന്ന് പറയും. നമ്മൾ പറഞ്ഞത് 3 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞു. 3 ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ആ ടെൻസിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ കണ്ടാൽ തിരിച്ചറിയേണ്ട രീതി പറഞ്ഞു. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞത്, ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുമ്പോൾ സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് മാനർ പ്ലേസ് ടൈം എന്നുള്ള കാര്യത്തിൽ എഴുതുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചർ. ഇനി ഈ 3 പറഞ്ഞതിൽ അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ആ സിമ്പിൾ പ്രസന്റുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് പറഞ്ഞു. വേറൊരു കാര്യം കൂടി അതിനകത്ത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കാൻ മറക്കരുത് എന്നൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മറന്നിട്ടുണ്ടാവില്ല എനിക്കറിയാം. എന്നിരുന്നാലും ഞാനൊരു സെന്റൻസ് പറയാം, അത് നിങ്ങളൊന്ന് എഴുതി. ഒരു സെന്റൻസ്. ഓക്കെ, സെന്റൻസ് ഇതാണ്: ഐ ഡാഷ് ഡാഷ് ടു ചർച്ച് CHURCH to church every day EVERYDAY. എന്നൂടെ പറയാം: ഐ ഡാഷ് ടു ചർച്ച് CHURCH every day. ബ്രാക്കറ്റില് വെന്റ്, ബ്രാക്കറ്റില് WENT വെന്റ്. അപ്പൊ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഈ ചോദ്യത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് പ്രസന്റ് ടെൻസ് അത് വെർബ് ഉപയോഗിച്ച് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഇവിടെ നോക്കി, ഐ ഡാഷ് ടു ചർച്ച് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. അപ്പൊ സബ്ജക്റ്റും ഒരു പതിവിനെ സൂചിപ്പിക്കും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിക്കേണ്ടത്. വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാസ്റ്റ് ടെൻസ് ആണ്. ഗോ, വെന്റ്, ഗോൺ. ഗോ പ്രസന്റ് ടെൻസ്, വെന്റ് പാസ്റ്റ് ടെൻസ്, ഗോൺ പാസ്റ്റ് പഠിച്ചു. ഗോ, വെന്റ്, ഗോ. അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? ഐ go to church every day. I go to church every day. Okay. സ്റ്റെഫി പറഞ്ഞിട്ടുണ്ട് ഗോ എന്ന്. I go to church every day. ഓക്കെ. ബിനോയ് പറഞ്ഞിട്ടുണ്ട് ഗോ എന്ന്. ശരിയാണ്.
ഓക്കെ ഓക്കെ ആ ഓക്കെ 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 ഓക്കെ. ഇനി അടുത്ത വാചകം, അടുത്ത സെൻസ് എന്താ? നെക്സ്റ്റ് സെൻസ് ഗീത, GEETH, ഗീത ഡാഷ് ഡാഷ് her her parents, 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 every every Sunday, SUNDAY, Sunday. ഞാൻ അതുകൂടി പറയാം. ഗീത ഡാഷ് her parents every Sunday. ബ്രാക്കറ്റില് വിസിറ്റ്, VISIT, വിസിറ്റ്. വിസിറ്റ് എന്നുള്ളതിന്റെ കറക്റ്റ് ഫോം ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് ഓക്കെ. സ്റ്റെഫി എഴുതിയിട്ടുണ്ട്, ബിനു എഴുതിയിട്ടുണ്ട്, ഓക്കെ ഓക്കെ. തസ്നീം എഴുതി, ബിനോയ് എഴുതി, ഓക്കെ. നമ്മൾ നോക്കാം. ഗീതു എഴുതി, റിൻസ് എഴുതി, ഓക്കെ. അപ്പൊ നോക്കി ബിനോയ് ശ്രദ്ധിക്കും. അതായത് നമ്മൾ പറഞ്ഞത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് വേണം എന്നാണ് പറഞ്ഞത്. വിസിറ്റ് എന്ന് പറയുന്ന വേർഡ് പ്രസന്റ് ടെൻസ് ആണ്. പക്ഷേ ഇവിടെ നോക്കി, ഗീത എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. അപ്പൊ വിസിറ്റ് എന്നുള്ളത് എന്താവും? ഒരു എസ് ചേർക്കുമ്പോൾ വിസിറ്റ്സ്, VISITS, വിസിറ്റ്സ്. ബിനോയ് എഴുതിയത് വിസിറ്റ് എന്നാണ്, അത് പാസ്റ്റ് ടെൻസ് ആണ്. നമുക്ക് വേണ്ടത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അപ്പോ സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് വെർബിന്റെ കൂടെ നമ്മൾ എസ് ചേർത്ത് വിസിറ്റ് എന്നുള്ളത് വിസിറ്റ്സ് ആയിരിക്കും. ഓക്കെ, VISITS. അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി അടുത്തതായിട്ട് ഹി ഡാഷ് ഡാഷ് മീറ്റ്, MEAT, മീറ്റ് every EVERY, every Sunday, SUNDAY, Sunday. ഞാൻ ഒന്നുകൂടി പറയാം. ഹി ഡാഷ് മീറ്റ് every Sunday. ബ്രാക്കറ്റില് സെൽ, SELL, സെൽ. SELL, സെൽ. അത് പൂരിപ്പിച്ച് ഫരീസ എഴുതി, ബിനോയ് എഴുതി, ഈദു, സ്റ്റെഫി, തസ്നീം, മേഘ, ഫസീല, നിത്യ, റിൻസി, ഓക്കെ. എഴുതിയത് കറക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ ആണ് സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് വന്നു കഴിയുമ്പോൾ സിംഗുലർ ആണ്, വെർബിന്റെ കൂടെ എസ് ചേർക്കണം. അതുകൊണ്ട് സെൽസ് എന്ന് എഴുതി. അടുത്തത് ഒരെണ്ണം കൂടി. ഷീ ഡാഷ് 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 ഹാർഡ്, HARD, ഹാർഡ്. ഷീ ഡാഷ് ഹാർഡ്. ബ്രാക്കറ്റില് വർക്ക്, WORK, വർക്ക്. അതിനെ കറക്റ്റ് ടെൻസ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം. ഫസീല, സ്റ്റെഫി, മേഘ, നിത്യ, ഈദു,
തസ്നീം, വിജി. ആ ഓക്കെ, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷീ എന്ന് പറയുമ്പോൾ സബ്ജക്ട് സിംഗുലർ ആണ്. അപ്പൊ വർക്ക് എന്നുള്ളതിന്റെ കൂടെ എസ് ചേർത്ത് വർക്ക്സ് എന്നായിരിക്കും. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തത് വസന്ത, VASANTHA, വസന്ത. വസന്ത generally, GENERALLY, generally dash to the picture, PICTUR. ഞാൻ ഒന്നുകൂടി വായിക്കാം. വസന്ത generally dash to the picture, ബ്രാക്കറ്റിൽ go, GO. Yes, correct tense of the verb ഉപയോഗിക്കും. വസീല എഴുതി, വിജി എഴുതി, ഫൈലിസ് എഴുതി, നിത്യ എഴുതി, ഗീതു, ബിനോയ്, സ്റ്റെഫി, മേഘ, തസ്നീം, റിൻസി. ഓക്കെ 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 ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. കാരണം വസന്ത എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഉപയോഗിച്ചു, വെർബിന്റെ കൂടെ ചേർന്നു. അടുത്തത് വി. നെക്സ്റ്റ് WE, sometimes SOMETIMES, sometimes dash meet, MEAT, meet. ഒന്നുകൂടി പറയാം. വി സംടൈംസ് ഡാഷ് മീറ്റ്, MEAT, മീറ്റ്. ബ്രാക്കറ്റിൽ 8, ATE, 8. Use the correct tense. ഫസീല എഴുതി, ആര്യ, നിത്യ, ബിനോയ്, സ്റ്റെഫി, റിൻസി, വിജി. 8 തന്നെയാണ് എഴുതിയേക്കണേ. മേഘ, സൂര്യ, യെസ്. അപ്പൊ വിജയൻ, ഓക്കെ. അനൂപ് കുമാർ, അൻഷിത. ഓക്കെ ഓക്കെ, ശരിയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ വി 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88, അത് പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ പ്രസന്റ് ടെൻസ് ഏതാണ്? ഈറ്റാണ്. ഈറ്റ്, 8, ഈറ്റനാണ്. പ്രസന്റ് ടെൻസ് ഈറ്റ്, പാസ്റ്റ് ടെൻസ് 8, ATE, മറ്റേത് ഈറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. അടുത്തത് വിമല, VIMALA, വിമല. Always, ALWAYS, always dash English. വിമല always dash English. ബ്രാക്കറ്റിൽ speak, SPEAK, speak. വിജി, ഫരീസ, ബിനോയ്, മേഘ, നിത്യ, സ്റ്റെഫി, ഗീതു. ഓക്കെ ഓക്കെ ഓക്കെ, റിൻസി. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അനൂപ്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ.
ഓക്കെ. ആ നോക്കിയ ഇവിടെ അനുഭവം ശ്രദ്ധിക്കുക. വിമല എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ. അപ്പോ സബ്ജക്റ്റ് സിംഗിൾ ഉള്ളു, ഒരാളോ ഉള്ളതെങ്കിൽ വെർബിന്റെ കൂടെ എന്ത് ചേർക്കണമെന്ന് പറഞ്ഞു? എസ് കൂടി ചേർക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് മറന്നു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതിയത്. ഓക്കെ. അപ്പൊ സ്പീക്ക് അല്ല, സ്പീക്സ്. SPEAKS കേട്ടോ. സ്പീക്സ് ആണ് കറക്റ്റ് ഫോം ഓഫ് ദി വെർബ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒന്നുകൂടി നമുക്ക് ചെയ്യാം. ദി സൺ, SUN, സൺ dash, the sun dash in the west, WEST, west. ഞാൻ ഒന്നുകൂടി പറയാം. The sun dash in the west, ബ്രാക്കറ്റിൽ set, SET, set. Okay, use the correct form of the verb given in brackets. നിത്യ എഴുതി, ബിനോയ് എഴുതി, ആര്യ, റീസ, ജോബി മോൾ, ഗീതു, മേഘ, തസ്ലീം, വസീല, ഷെഫി, അനൂപ്. അനൂപ് ഓക്കെ ആയി. റിൻസി ഓക്കെ, പെന്നി, സിജോ ഓക്കെ 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 ശരിയാണ്. അപ്പൊ ബാക്കിയുള്ള ആളുകൾ ഒരു പക്ഷേ എഴുതിയില്ലെങ്കിലും മനസ്സിൽ വിചാരിച്ചാണ് പിന്നതാണ് ശരിയെന്ന്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അത് തന്നെയായിരുന്നു ശരിയെന്ന് ഒന്ന് ചിന്തിക്കാം. ഓക്കെ. ദ സൺ സെറ്റ്സ് ഇൻ ദി വെസ്റ്റ്, കറക്റ്റ് ആണ്. ഓക്കെ, ശരിയാണ്. ഇനി പെൻസിലൊക്കെ മാറ്റി വെച്ചോ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. സിമ്പിൾ പ്രസന്റ് എപ്പോഴും നമ്മൾ പറഞ്ഞു പതിവിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പതിവായിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുക. അതുപോലെ സനാതനമായിട്ടുള്ള സത്യം, യൂണിവേഴ്സൽ ട്രൂത്ത്, അത് പറയുന്ന സമയത്ത് ഹാബിറ്റ് ആയിട്ടുള്ള ആക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണ്. അവർ വരാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ദേ കം എന്ന് പറഞ്ഞു. അവർ വരാറില്ല എന്ന് പറഞ്ഞപ്പോൾ ദേ ഡു നോട്ട് കം എന്ന് നമ്മൾ പറഞ്ഞു. ദേ ഡു നോട്ട് കം എന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ വരാറില്ല എന്നാണെങ്കിൽ ഐ ഡു നോട്ട് കം എന്ന് പറയും. ഞാൻ പഠിക്കാറില്ല എന്നാണെങ്കിൽ ഐ ഡു നോട്ട് സ്റ്റഡി എന്ന് പറയും. ഞാൻ ചിന്തിക്കാറില്ല എന്നാണെങ്കിൽ ഐ ഡു നോട്ട് തിങ്ക് എന്ന് പറയും. ഞാൻ ഉറങ്ങാറില്ല എന്നാണെങ്കിൽ ഐ ഡു നോട്ട് സ്ലീപ്പ് എന്ന് പറയും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യം അത് ഈ ഡു നോട്ട് വെച്ച് നിങ്ങൾ പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് പറയാം. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് വേണമെങ്കിൽ പറയാം, ഐ ഡു നോട്ട് യൂസ് ഇംഗ്ലീഷ് മെഡിസിൻ. ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ ഉപയോഗിക്കാറില്ല. ഓക്കെ. നിങ്ങൾ ചെയ്യാത്ത നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഒരു കാര്യം ഡു നോട്ട് ഉപയോഗിച്ച് പറയും. യെസ്, I do not smoke. Parisa, I do not smoke. Very good. I do not study regularly. Oh, very good. I do not eat porota. Susmita. Yes. നിങ്ങൾ ചെയ്യാത്ത കാര്യം. I do not eat porota. ആലോചിച്ചു, നിങ്ങൾ ചെയ്യാത്ത കാര്യം ഉണ്ടാവില്ലേ? ഐ ഡു നോട്ട് ക്രൈ. ഐ ഡു നോട്ട് ക്രൈ. ഓക്കെ, ഐ ഡു നോട്ട് ക്രൈ. പിന്നെ സ്റ്റെഫി പറയുന്നു, ഐ ഡു നോട്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ. ഗീതു, ഐ ഡു നോട്ട് ഡ്രഗ്സ്. ജോബി മോള്. അപ്പൊ ജോബി, അതിന്റെ അകത്തൊരു വാക്കുണ്ട്, ഐ ഡു നോട്ട് യൂസ് ഡ്രഗ്സ് എന്നല്ല, ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഒരു യൂസ് എന്ന് പറയുന്നത് വരും. ഐ ഡു നോട്ട് യൂസ് ഡ്രഗ്സ്. ഓക്കെ. അടുത്തത് ഐ ഡു നോട്ട് ഡ്രിങ്ക് മിൽക്ക്. ഓക്കെ,
Tasneem, I do not swim. Okay. Anup Kumar, I do not drink alcohol. Okay. സംഗതി ശരിയാണെങ്കിലും ഡ്രിങ്കിനേക്കാൾ നല്ലൊരു വാക്ക് അവിടെ യൂസ് ആണ് കേട്ടോ. ഐ ഡു നോട്ട് ഈറ്റ് ഫുഡ്. ഓ, ഐ ഡു നോട്ട് ഈറ്റ് ഫുഡ്. വേണമെങ്കിൽ ജങ്ക് ഫുഡ് എന്നോ ഫാസ്റ്റ് ഫുഡ് എന്നോ ഒക്കെ ആയിരിക്കും. പോട്ടെ. അടുത്തത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യം ഡു നോട്ട് വെച്ച് പറയാം. ഐ ഡു നോട്ട്. ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ. വസീല. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ എഴുതിക്കോട്ടോ. ഐ ഡു നോട്ട് ഫ്ലൈ. സൂര്യ. I do not love my girl, Binoy. I do not drink coffee, Megha. ഇനി ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഐ ഡു നോട്ട് സ്റ്റഡി പ്രോപ്പർലി. ഓക്കെ. അപ്പൊ ഈ നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാം. യെസ്. ഓക്കെ. ശരിയാണ്. അപ്പൊ ഡു നോട്ട് വെച്ചിട്ട് ഞാൻ പറയിപ്പിച്ചത്. അപ്പൊ ഡു നോട്ട് വെക്കുമ്പോ പതിവായിട്ട് ചെയ്യാറില്ല, പോകാറില്ല, വരാറില്ല എന്നുള്ളൊരു മീനിങ് കിട്ടുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. അവർ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദേ കം എന്ന് പറഞ്ഞു. വരാറില്ല എന്ന് കഴിയുമ്പോൾ ദേ ഡു നോട്ട് കം എന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് വരാറുണ്ടോ ഇത് ചോദ്യമായിട്ട് മാറ്റി, ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റി. ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നോട്ട് കളഞ്ഞിട്ട് ഡു ആദ്യം പറഞ്ഞു. ഡു ദേ കം, അവർ വരാറുണ്ടോ? നിങ്ങൾ ഉറങ്ങാറുണ്ടോ? ഡു യു സ്ലീപ്. നിങ്ങൾ പഠിക്കാറുണ്ടോ? ഡു യു സ്റ്റഡി. നിങ്ങൾ നടക്കാറുണ്ടോ? ഡു യു വാക്ക്. നിങ്ങൾ പഠിപ്പിക്കാറുണ്ടോ? ഡു യു ടീച്ച്. ഓക്കെ. അത് ചോദ്യമാകുമ്പോൾ ഡു യു വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ഡു യു ടീച്ച്. ഓക്കെ. ഇനി ഞാൻ ആരോടെങ്കിലും ഒരാളോട് ഡു വെച്ചിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ അതിൻ്റെ ഒരു മറുപടി പറയാം. മറുപടി തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ആരുണ്ട് റെഡി ആയിട്ട്? ഐ ആം റെഡി എന്ന് പറയാൻ ആരുണ്ട്? സിമ്പിളായ ചോദ്യമാണ്. ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാന്നല്ല, യു ക്യാൻ. സുസ്മിത. ഓക്കെ. Sushmita, first question. Do you get up at 6 o'clock in the morning? Do you get up at 6 o'clock in the morning? രാവിലെ 6 മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കാറുണ്ടോ? ചോദ്യമാണ്. Yes, I did. Yes, I did എന്ന് വേണ്ട, പതിവാണല്ലേ. അപ്പൊ yes, I get up at 6 o'clock in the morning. പറഞ്ഞു. Yes, I get up at 6 o'clock in the morning. Okay. Next question. Do you pray? Pray എന്ന് വെച്ച് കഴിഞ്ഞാൽ PRAY പ്രാർത്ഥിക്കുക. Do you pray? പ്രാർത്ഥിക്കാറുണ്ടോ? No, regularly. No, I do not pray. Yes, I pray. No, I do not pray. Okay. Pray. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാറില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇനി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഡു യു ബിലീവ് ഇൻ ഗോഡ്? ഡു യു ബിലീവ് ഇൻ ഗോഡ്? Yes, I believe God. Okay. ഇനി ഞാൻ ഇതിൽ നിന്ന് വിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കാൻ വേണ്ടി ചോദിക്കുന്ന that you don't pray, but you believe in God. Why? If you believe in God, you should pray. You believe in God, but you don't pray. Why? തെറ്റിക്കോട്ടെ. ദൈവത്തിന് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ പ്രാർത്ഥിക്കാറില്ല എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞു? I don't think. തെറ്റിക്കോട്ടെ, ധൈര്യമായിട്ട് പറഞ്ഞു.
എന്താണ് ഉദ്ദേശിച്ചത് പറഞ്ഞ മലയാളത്തില്? ഞാൻ ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ അങ്ങനെ ഭയങ്കര പ്രാർത്ഥന അങ്ങനെയൊന്നുമില്ല. ആ, അപ്പൊ തന്നെ പറയാം, ദോ ഐ ബിലീവ് ഇൻ ഗോഡ്. ദോ ദോ എങ്കിലും ദോ ആ. ഐ ബിലീവ് ഇൻ ഗോഡ്, ഐ ഹാവ് ഐ ഹാവ് എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. ഞാൻ ബാക്കി പറഞ്ഞു, ഞാൻ ദോ ഐ ബിലീവ് ഇൻ ഗോഡ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാനൊന്നും പ്രാർത്ഥിക്കാറില്ല. ദോ ഐ ബിലീവ് ഇൻ ഗോഡ്, ഐ നോട്ട് ഡു നോട്ട് പ്രേ. ഓക്കെ ഓക്കെ ഓക്കെ, വിശ്വാസമെല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഓക്കെ, ഐ ആസ്ക് യു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു, ഇനി ഞാൻ ഇതിൽ നിന്നും മാറിയിട്ട് വേറെ ചോദിച്ചു വെക്കട്ടെ. കുറച്ചുകൂടിയൊക്കെ പറയുന്നത് പോലെ തോന്നിയതുകൊണ്ട് വേറെ ചോദിക്കട്ടെ. വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? അംബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, എന്താ അർത്ഥം? ആഗ്രഹം. ആഗ്രഹം. വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? ഐ വിഷ് എ ഗുഡ് തെറ്റിക്കോട്ടെ, പറഞ്ഞോളൂ. ഐ വിഷ് എ ഗുഡ് തെറ്റിക്കോട്ടെ, പറഞ്ഞോളൂ. ഐ വിഷ് എന്താ? ഐ വാണ്ട് എ നൈസ് ജോബ്. യു വാണ്ട് ടു ഗെറ്റ് എ നൈസ് ജോബ്. ഒരു നല്ലൊരു ജോലി കിട്ടണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയതാണ് എങ്കിലും ഓക്കെ ഓക്കെ ഓക്കെ, നല്ല ക്രിക്കറ്റ് പ്ലെയർ ആവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, പറയേണ്ടതാണ്. ആദ്യമേ നിങ്ങൾക്കിങ്ങനെ വരാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, അതിന് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. ഓക്കെ, അപ്പൊ യു വാണ്ട് ടു ഗെറ്റ് എ നൈസ് ജോബ്. That means a profession. Which profession you like most? Which profession? Which profession you like most? I like in medical field. You like medical field? Yes. Why do you like medical field? എല്ലാം ഡു വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. Why? എന്തുകൊണ്ട്? Do you like medical field? There are so many other fields. But you like medical teaching, other government employees. Okay. But you like In childhood, I like to work in hospital as a nurse. Okay. About to become a nurse, that is your fascination. Yes. And you want to work in the hospital to help the sick people. Okay. Yes. That means you have a service mind. Service mate. Yes, മറ്റുള്ളവരെ സർവീസ് ചെയ്യണം. ഹോസ്പിറ്റൽ ചെയ്യുന്ന ഒരു സർവീസ് കൂടിയാണല്ലോ. അതൊരു സേവനം. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. ഞാൻ ചോദ്യം ചോദിക്കുന്നു, ഡു യു വാണ്ട് ടു ബി എംപ്ലോയിഡ് ഇൻ കേരള ഓർ ഔട്ട്സൈഡ് ഇന്ത്യ? I mostly like in work in Kerala. And you prefer to work in Kerala, not in abroad. Why do you prefer to work in Kerala? Because I have 2 kids. So in abroad, it's very expensive to. Okay, very good. Pretty good. I have 2 kids, so I cannot protect them abroad because it is very expensive. So I want to be employed in Kerala. I can't leave my kids. Okay, you can leave your kids. Okay, agreed. I will ask you one more question. That is, suppose that you suppose that you are a job in medical field. What is your next alternative? Yeah, I studied accounting. If there is no chance to medical field, what is your next alternative? Any next alternative എന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നു അടുത്തത് accounting section. Any accounting section. Any account section. But you want to become an accountant if Accountant. you the post of a nurse. Okay. Very nice.
കൊള്ളാം, വെരി ഗുഡ് കേട്ടോ. ആദ്യം വന്നതിനും ഇത്രയും നേരം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിനും ആ മറുപടി പറയാൻ ശ്രമിച്ചത് പറഞ്ഞതിന് തെറ്റ അതൊന്നും പ്രശ്നമല്ല, പറയാൻ ശ്രമിച്ചതിനും വെരി ഗുഡ്. Okay, thank you. ഓക്കെ. ആ ഇനി അടുത്തത് ആരാണ്? ഓക്കെ, ഇനി അടുത്തത് ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ആൾക്ക് ധൈര്യം വരില്ല. ഇനി ഞാൻ പറയാം. ഒന്നുകൂടെ ആലോചിക്കുക, നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇത് എനിക്ക് അങ്ങനെ പറയാനുള്ളൂ, പക്ഷെ ഒരു ചെറിയൊരു ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. ധൈര്യസമേതം ആർക്ക് വേണമെങ്കിലും പറയാം. സിമ്പിളായ ചോദ്യങ്ങളല്ലേ. ജീവിതത്തിൽ എന്തായി തീരണമെന്ന് ആഗ്രഹിച്ചു, എന്താവണമെന്ന് ആഗ്രഹിക്കുന്നു, ഈ വന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അകത്തേക്ക് ചെന്നു, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു, പ്ലീസ് ബി സിറ്റ് എന്ന് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്നു, പേര് നിങ്ങൾ ചോദിച്ചു, ഇന്റർവ്യൂ ബോർഡിലിരിക്കുന്ന നിങ്ങൾ പേര് ചോദിച്ചു, നിങ്ങൾ പേര് പറഞ്ഞു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത് പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പറയും. ആ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ചാൻസ് ഇല്ല. ആ പരിചയപ്പെടുത്തുന്ന സമയത്ത് തന്നെ നമ്മളെ കുറിച്ച് ഒരു വെൽ ഇംപ്രഷൻ അവർക്ക് കിട്ടണം. കാരണം കേട്ടിട്ടുണ്ടാവുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പറയുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറാണ്. ഇനി അടുത്ത ആള് ആര് വരും? Yes, sir. യെസ്, വെരി ഗുഡ്. യുവർ ഗുഡ് നെയിം? Surya. സൂര്യ. അപ്പൊ സൂര്യക്കും യെസ് സർ എന്ന് പറയാൻ കാണിച്ച ആ ധൈര്യത്തിനുള്ള അഭിനന്ദനങ്ങൾ. ഓക്കെ, Thank you. ഓക്കെ 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 വെരി സിമ്പിൾ. നമുക്ക് കോൺഫിഡൻസ് കാണിക്കണം. ഇതെല്ലാം ഇതിന്റെ അപ്പുറത്ത് നമ്മൾ പറയും എന്നുള്ള രീതിയിൽ നമ്മൾ കോൺഫിഡൻസ് കാണിക്കണം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ നമുക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചോദിച്ച അതേ ചോദ്യത്തിന് ചോദിക്കുകയാണ്. ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock in the morning? No. നോ. ഓക്കെ, അപ്പൊ അതുകൂടി ഒന്നാണ് പൂർത്തിയാക്കുക. സെന്റൻസ് കൂടിയാണ് പറഞ്ഞത്. നോ, ഐ ഡു നോട്ട് ഗെറ്റ് അപ്പ്. I do not get up I do at not 5 get o'clock. in the morning. Okay. Now my next question. At your school, you studied physics, mathematics, biology, chemistry, all these subjects. Of all these subjects, which subject you liked most? Which subject was your favorite subject? My favorite subject is biology. Biology. Yes. Why do you like biology most? I like to study the environment and about environment, and I like. ഓക്കെ, പറഞ്ഞു ശരി. ഐ വാണ്ട് ടു സ്റ്റഡി ദ എൻവയോൺമെന്റ്. പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ human organisms, അല്ലേ? മനുഷ്യ I ജീവികൾ. think it is simple to me, and it is very easy to understand. It is very easy to understand than other subject, അല്ലേ? Yes. മറ്റ് സബ്ജക്റ്റുകളെക്കാൾ എളുപ്പത്തിൽ ഇത് മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് കൂടിയായിരുന്നു. Shall I ask you one more question? Do you remember the name of your biology teacher? Rainy. Renny. I think that it is because of your love to Renny teacher you studied biology. Is it right? Mostly, I like teacher. പറഞ്ഞു തെറ്റിക്കോട്ടെ, പറഞ്ഞു. Mostly I like the teacher very much. Very much. എല്ലാ സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു. പറയേ. Yes, we are good friends, and I can speak anything to my teacher. Okay. So I love her. That love turned to the subject she took. Okay. Yes. അപ്പോ സൂര്യ പറഞ്ഞു your teacher and you that were very good friends. You have the liberty to speak anything to your teacher. So there was a great intimacy between these two people. So you loved the teacher and you loved biology also. Okay, yes. Very good, very good, very good. My next question is, what you want to become? What's your ambition?
അല്ലെങ്കിൽ വാട്ട് യു വാണ്ട്, നിങ്ങൾക്ക് എന്തായി തീരണം എന്നാണ് ആഗ്രഹം? I want to I want to get a good job, ഗുഡ് ജോബ്. ഓക്കെ. and mostly I studied in accounts field, so I wish to got a accounting job. You want to get an accounting job in the government field or in the private field? Which field do you select? Both field I select. Both field. If there is both private field and government field, ഇതൊക്കെ ചില മെസ്സേജ് നമ്മൾ നോക്കിയതാണ്. You like which one you will prefer? Government sector or private sector? Always, all of them will prefer firstly government job. Yeah. So I will choose government job, but the test is very difficult to pass. Okay. No. ഭാര്യ കയറാമൊന്നുമില്ല, നമ്മൾ കുത്തി ശ്രമിച്ചതിന് കയറാവുന്നേ ഉള്ളൂ. അത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോണ്ട് വറി, ബി ഹാപ്പി. അപ്പോ you will prefer government jobs if you get accounting work in the government field. Okay. Let it be so. Shall I ask you one more question? Do you want to become a rich lady? Do you Yes. want to become a rich lady? Yes, I want to become a rich lady. That is your ambition? No, No. that's not an ambition. It's Yes. my desire. It is only a desire. കിട്ടിയാൽ വായിക്കും അല്ലേ? Yes. Side and order. My ambition is to get a good employment, but at the same time, in addition to my a good employment, I shall also become a very rich lady. ഞാൻ വേറൊരു കുട്ടിയോട് ചോദിച്ചു, why did you become a rich lady എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി പറഞ്ഞു. ഞാൻ അതേ ചോദ്യം ചോദിക്കുകയാണ്, why did you become a rich lady? Because we had the money is inevitable part of our life. വെരി ആ വാക്ക് ഉപയോഗിച്ചതിന് വളരെ ഇന്നവിറ്റബിൾ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത. വെരി ഗുഡ്. ഓക്കെ. So I want to become a rich lady to look after my child, my husband, my mother, father. So And then ഒരു വാക്ക് ചേർക്കണ്ട. I also want to help other people. yes. Yes, I also wanted to help other people, poor people. I want also to protect my 2 kids, husband, father, mother, and my relatives. So for that, money is needed. Money is an inevitable part in the human life. So money, I want to become a rich lady. Yes, sir. Do you believe that money is the sole problem of the human life? No, I don't think so. Why did you think so? Because sometimes we face many other problems that cannot be solved with money. Okay, very good. So there are so many other problems in life that cannot be solved with money. Money is nothing there. Very good. Okay. Yes. That idea can allow. Yes. Okay. Thank you. So money is not a part, not a whole part of our life. Okay. It is important to live, but in many situations we can't solve the problem with the money. Okay. It is a part of the life. It is very important for the human beings. Yes. Without the money, we cannot go forward. Okay. Yes. Surya, Yes. ഗ്രാമർ വലിയ കാര്യമായി തെറ്റൊന്നുമില്ല. Yes. കാര്യമായി തെറ്റിട്ടൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ മിസ്റ്റേക്കുകൾ ഉള്ളൂ. അപ്പൊ അത് ഇവിടെ വന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ സൂര്യ പ്രിപ്പറേഷനിലാണ് വന്നതാണ്. ഈ വന്നേക്കുന്ന ആളുകളാരും നേരത്തെ പ്രിപ്പയർഡ് അല്ല. ഇപ്പോൾ തന്നെ വന്നതാണ്. ഒരുപക്ഷെ നാളെ ഇങ്ങനെ പറയും അല്ലെങ്കിൽ പറയിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഒന്ന് തയ്യാറെടുത്ത് വരും. അപ്പൊ പ്രിപ്പയർഡ് ആണ്. ഇത് വിത്തൗട്ട് പ്രിപ്പറേഷനാണ് ഇത്രയും പറഞ്ഞത്. വെരി ഗുഡ്. ഓക്കെ. മണിയുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യം അന്നേരം പറയാം. അതന്നെ. ഓക്കെ. ഇതിനകത്ത് ഞാനിപ്പോ ഈ 3 പേര്, ഈ 2 പേര് സംസാരിച്ചപ്പോൾ കണ്ട ഒരു ഫാക്ടർ ഞാൻ പറയാം. അവരുടെ മനസ്സിൽ ആ
ഐഡിയ ഉണ്ട്. എങ്ങനെയാണ് പറയേണ്ടത്, അതിന് ഉപയോഗിക്കേണ്ട വേർഡ് അവർക്ക് അങ്ങനെ വരുന്നില്ല. ആ കറക്റ്റ് വേർഡ് കറക്റ്റ് അല്ലെങ്കിലും ആ ഒരു വേർഡ്. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം ഞാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏതാണ്ട് 2:11 ഈ 2:11 നമ്മളൊരു തീരുമാനം എടുക്കുക. എന്താണെന്നറിയുമോ തീരുമാനം? ആ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ വീട്ടില് ഉള്ള ഒരു ഡിക്ഷണറി, അത് ഇല്ലെങ്കിൽ ഒരെണ്ണം സംഘടിപ്പിക്കുന്നു, ഉണ്ടെങ്കിൽ അത് പൊടി തട്ടി നമ്മൾ കിടക്കുന്ന മുറിയിലുള്ള മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് ഒരു പുതിയ വാക്ക് വെച്ച് നമ്മൾ പഠിക്കുന്നു. അധികമൊന്നും പഠിക്കണം, ഒരെണ്ണം, ഓൺലി വൺ. ഒരു വർഷം കഴിയുമ്പോൾ 365 പുതിയ വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ എന്ത് പറയുന്നത് തീരുമാനിക്കാൻ പറ്റും? ഈ നിമിഷം മുതൽ ഓക്കെ വന്നു തമ്പു വന്നു, ഈ നിമിഷം മുതൽ മരണം വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ദിവസം ഒരു വാക്ക് വെച്ച് പഠിക്കുന്നു. അധികമൊന്നും പഠിക്കണ്ട, ഓൺലി വൺ. നമുക്കറിയാൻ പാടുള്ള വാക്ക് പഠിക്കണ്ട, അറിയാൻ പാടില്ലാത്ത പുതിയൊരു വാക്ക് പഠിക്കുന്നത്. അതിനാണ് നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു വൊക്കാബുലറി വേണം. ഇന്നതാണ് അതിന്റെ വാക്ക്, ഇന്നത് അതിന്റെ സംഗതിയാണെന്നൊരു വൊക്കാബുലറി ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാനുള്ള ചാൻസ് വരുന്നില്ല. അപ്പൊ വീണ്ടും വീണ്ടും നിങ്ങൾ നോക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ മരണം വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും ഒരു വാക്ക് വെച്ച് നമ്മൾ നോക്കുന്നു, ആ ഒരു വാക്ക് വെച്ച് നമ്മൾ പഠിക്കുന്നു, ആ വാക്ക് നമ്മൾ ഓർക്കുന്നു. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയുന്നു. നിങ്ങൾ പഠിച്ചു, ഇന്ന് പഠിച്ചു എൻകറേജ്മെന്റ്, പ്രോത്സാഹനം, അതിന്റെ അർത്ഥവും പഠിച്ചു. ഓക്കെ, മതി. നാളെ നിങ്ങൾ പഠിച്ചു ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ട്. അപ്പൊ നാളെ നിങ്ങൾ പഠിക്കുമ്പോൾ ഓർക്കുക ഇന്നലെ പഠിച്ചത് എന്താണ്? എൻകറേജ്മെന്റ്. ഓക്കെ, ഒന്ന് റിവൈൻഡ് ചെയ്തേക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിലത് ഉണ്ടാവും. പിന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിച്ച സാധനം മറന്നു പോകാതിരിക്കാൻ വേണ്ടി നിനക്ക് ഇതിന്റെ അർത്ഥം അറിയാമോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചോദിച്ചേക്കാം. അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടല്ല, മറിച്ച് നമ്മളതൊന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർക്കുക. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു ഒരു ദിവസം ഒരു വാക്ക് വെച്ച് പഠിക്കുക. അപ്പൊ ഒരു വർഷം കൊണ്ട് 365, 2 വർഷമാകുമ്പോൾ 3 വർഷമാകുമ്പോൾ ഇങ്ങനെ കൂടി വരും. ഓക്കെ, ഇനി ആരാ വരുന്നത്? നെക്സ്റ്റ് ഐ ആം റെഡി എന്ന് പറയാൻ ധൈര്യമുള്ളവര്? Yes, sir. യെസ്, യുവർ ഗുഡ് നെയിം? Anup. അനൂപ്. ഓക്കെ അനൂപ്, അനൂപേ, Tell me. ടാസ്ക് തരാം. വേറെ ടാസ്ക് അല്ല, വേറെ തരാം. ഷാൽ ഐ ഇൻട്രൊഡ്യൂസ് യുവേഴ്സെൽഫ്? നിങ്ങൾ Myself. തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. അതിന്റെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. പേര് പറയുന്നു, എവിടെ നിന്ന് വരുന്നു പറയുന്നു, എന്ത് പഠിച്ചെന്ന് പറയുന്നു, എന്താണ് എന്റെ ഹോബി എന്ന് പറയുന്നു, എന്താണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നു, അച്ഛൻ ആരാണെന്ന് പറയുന്നു, അമ്മ ആരാണെന്ന് പറയുന്നു, സഹോദരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എന്ന് പറയുന്നു. അങ്ങനെ ഇൻട്രൊഡ്യൂസ് യുവേഴ്സെൽഫ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്. നിങ്ങൾ നിൽക്കുന്നത് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ഇരിക്കാന്ന് വിചാരിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവേഴ്സെൽഫ്. ഓക്കെ, പറഞ്ഞു. My name is Anup Kumar PA. ഓക്കെ, I coming from Pathanamthitta, ഓക്കെ, nearby Tulapalli. യെസ്, And then I studied pass out of BCom. ഓക്കെ, Then I father, mother, sister, grandpa, grandma, always my family. ഓക്കെ, I hobbies for dance, mimicry. ഓക്കെ. Then of പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ. മൈ ഹോബി സർ മിമിക്രി, പെർഫോമൻസ് ആൻഡ് വേറെ വല്ലതും ഉണ്ടോ? സിംഗിങ്? no dance, only dancing, ഓക്കെ, ഓക്കെ, dancing, ഓക്കെ, and chanda instrument of chanda. ഓക്കെ. Okay, that etc. That all. കഴിഞ്ഞോ? ഓക്കെ, അനൂപ്, what you want to become in life, or what is your ambition in your life? My ambition is Your ambition? administration of hospital.
You want to become an administrator in the hospital, and you Yes. also want to go to medical field. Yes. Let me ask you one more question. You studied BCom. Yeah. Most of the BCom students, they go to accounting field, and you want to go to medical field. Why do you select the medical field? ഇത് മനസ്സിലായോ? ഇത് ഉത്തരേന്ത്യ വേണ്ടിയിട്ടാണ്. Okay. Clear ആവുന്നില്ലല്ലോ. Most of the students, BCom students, they go to accounting field, but you want to select medical field. Why? Yes, sir. Most of the students coming BCom students Yes. go to accounting field, Yes. but you want to go to medical field. Why? Yeah. Medical. Why do you I select? more like some medical field. Okay. Service of people's the medical field. More Okay. not equality of poor or rich, Okay. and that's the അനൂപിന് മനസ്സിലെ ഐഡിയ ഉണ്ട്, പറഞ്ഞോ. മനസ്സൊന്ന് റിലാക്സ് ചെയ്യാം. റിലാക്സ് ചെയ്യാം. അപ്പൊ ഒരു മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യും, കൺട്രോൾ ചെയ്യും. ടെൻഷൻ കൂട്ടണ്ട, റിലാക്സ് ചെയ്യും. ടെൻഷൻ വരുമ്പോൾ ചിലപ്പോൾ മക്കൾ വരില്ല. അപ്പൊ അതുകൊണ്ട് റിലാക്സ് ചെയ്ത് പറയും. ഓക്കെ, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂർ ഇൻ ദ ഹോസ്പിറ്റൽ, ഓൾ ആർ ഈക്വൽ. സോ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ പണക്കാരനും പാവപ്പെട്ടവരും വ്യത്യാസമില്ല. അവിടെ രോഗം എല്ലാവർക്കും വരുന്നതാണ്. ഓൾ ആർ ഈക്വൽ. സോ ഐ വാണ്ട് ടു സർവ് ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ, പറഞ്ഞോ, ശരിയാണ്, പറഞ്ഞോ. ഇനി എന്തൊക്കെയാണ് പറയാനുള്ളത്? no, all people are more disease coming. More disease are as More diseases. yeah. Okay. പറഞ്ഞോ, തെറ്റിക്കോട്ടെ, അതിനൊക്കെ കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു. And more, there are more, പറഞ്ഞോ. There we can see so many people, they will be suffering from different type of diseases. Okay. Not bad come. എന്താ മനസ്സിൽ ഉദ്ദേശിച്ചത്? അനുഭവം മനസ്സിൽ ഉദ്ദേശിച്ചത് എന്താണ്? മനസ്സിൽ ഉദ്ദേശിച്ചത് സാറേ മലയാളത്തിൽ ആദ്യം പറയാം, എന്നാലും എനിക്ക് കിട്ടത്തുള്ളൂ. മലയാളത്തിൽ പറ. ശരി, പറഞ്ഞു. രോഗങ്ങൾ വന്ന ഹോസ്പിറ്റലിൽ കിടന്ന അവരെ ശുശ്രൂഷിച്ച് അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ മനസ്സിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ. അപ്പൊ നമുക്കത് പറയാം. The people come to the hospital with the disease. After when they were cured, they will go to their home with happiness. So we will get the satisfaction. When we see the happy face of the patients, we will get the satisfaction. നമുക്ക് സംതൃപ്തിയാണ്. ഓക്കെ, പിടികിട്ടി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അനൂപ്, കൺഗ്രാജുലേഷൻ. ധൈര്യം കാണിച്ചതിന്, പറഞ്ഞതിന്. അപ്പൊ അനൂപ് ചെയ്യണം, ഒരു ദിവസം ഒരു വാക്ക് വെച്ച് പഠിക്കുക. ഓക്കെ, റെഡി? ഓക്കെ, വെരി ഗുഡ്. കൺഗ്രാജുലേഷൻ. ഇനി അടുത്ത ആരാ? ഞാൻ റെഡിയാണ് സാർ. യെസ്, വെരി ഗുഡ്. യുവർ ഗുഡ് നെയിം? ബിനോയ്. പറഞ്ഞു ബിനോയ്. ഞാൻ ചോദിക്കാം. ഞാൻ ബിനോയ്ക്കിനോട് ഞാൻ പറയാണ്, ബിനോയ് ഇപ്പൊ ഇരിക്കുന്നത് ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ വിചാരിക്കും. സപ്പോസ് യു ഇമാജിൻ ദാറ്റ് യു ആർ സിറ്റിംഗ് ബിഫോർ എ ഇന്റർവ്യൂ ബോർഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ നിങ്ങളോട് ചോദിക്കുന്നു. പ്ലീസ് ഇൻട്രോഡ്യൂസ് യുവർസെൽഫ്. പ്ലീസ്. Okay, fine. Okay. Sir, I am Binoy BM. I am coming from Neamam. Okay. Trivandrum. Okay. My father, my mother, my sister in my house. Okay. I completed in degree 2021. I have passed. Okay.
Actually, I am a poor family, sir. Okay. Then I am interested for this job. Okay. Actually, I am a Christian. Okay. Then my hobbies are playing cricket, Okay. acting, and Okay. uh, film watching, Okay. and song, Okay. Singing song. singing song. Oh, very good. Okay. My father is a uh, അച്ഛൻ്റെ പേര് പറഞ്ഞു. hello. My father's name എന്ന് പറഞ്ഞാൽ മതി. പറയൂ. My father name is Binu. My mother name is Mini. Okay. 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 My sister name is Sania, and Okay. he studied +2. He Okay. studied in government girls school, Karamana. Okay. That's about himself. That is all. Okay. Okay. അപ്പൊ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേക്കാം. ബിനോയ്, നമുക്ക് വരാട്ടോ, തിരിച്ചു വരാം. ഞാൻ എല്ലാവരോടും നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ പറയാനായിട്ട് ഒരു സാധനം മാറ്റർ എപ്പോഴും റെഡിയാക്കി കാര്യം ഇത് ആവശ്യം വരും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് മനസ്സിലൊന്ന് റെഡിയാക്കി വെച്ചേക്കാം. കാരണം ഇത് ജോലിയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. അപ്പൊ എല്ലാ പോയിന്റുകളും വരാവുന്ന നല്ല രീതിയിൽ നിങ്ങൾ അതൊന്ന് റെഡിയാക്കി മനസ്സിലേക്ക് റെഡിയാക്കി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. അപ്പൊ ബിനോയ്, യു ടോൾഡ് മീ ദാറ്റ് യു ആർ ആൻ ആക്ടർ ആൻഡ് യു ആർ എ സിംഗർ ആൻഡ് യു ആർ എ മിമിക്രി ആർട്ടിസ്റ്റ് ആൻഡ് എവറിഥിങ്. പോയോ Yes, ബിനോയ്? sir. പോയോ ബിനോയ്? Yes, sir. Okay. So your ambition is to, what is your ambition in your life? My ambition is become a government job. Government job. Okay. For a medical field. Medical field. And you want to get a government job? That government job should be in the health department or medical field. Yes, sir. Why do you select the medical field? Sir, I love a medical field and patient communicate between them. Since your childhood, you have great passion for this medical field. Yes, sir. Okay. That means that you want to serve the people. So you selected medical field. Yes, sir. Let me ask you one more question. In government field, there are so many other departments. They are also giving service to the people. Revenue department, police department, forest department, all these departments are giving service to the people. Why don't you select these departments? You select only the health department. Why? No, sir. I select government job. All are interested. All government jobs, and you are interested. Okay. Yes. If you get a health department or the medical field, that will be more interesting. If you get a first job, I will go. Okay. Government job. Okay. Very right. Okay. Anything? Nothing, sir. Nothing. Okay. I will ask you one more question. Are you satisfied in your life? Yes, sir. I am satisfied. You are satisfied. Yes, Next question is, do you believe in God? Yes, I am believing God. And do you believe that God will give you a chance to escape from all these miseries, all this poverty, all these troubles? Yes, sir. You believe? The God will help me for a government job. The God will help you to get the government job. Okay. Yes, sir. Okay. Next question is whether you are included any other rank list? Yes, sir. Yes. Which rank list? Police constable. Police constable. Oh. Okay. Congratulations.
the physical will not pass. Certificate verification is over. Certificate version of the physical test will not be passed. Oh, okay. Oh, physical test അല്ലേ? Okay. Physical test. Okay. I also wish you may get a government employment in future. Thank you, sir. Okay. കുഴപ്പമില്ല. അപ്പൊ ബിനോയും ഒരു കാര്യം ചെയ്യണം. ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒരു വാക്കുവെച്ചൊന്ന് പഠിച്ചേക്കാം. ഓക്കെ, അത് ഇന്ന് പഠിക്കാൻ സ്ഥിരമാക്കുക. ഒരേ വാക്കുവെച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. അപ്പോ നമുക്കിനി സിമ്പിൾ പാസ്റ്റിലേക്ക് പോകാനുണ്ട്. സിമ്പിൾ പാസ്റ്റ് ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ പാസ്റ്റ് എടുത്ത് അതിനകത്തോട് പോയി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഒരാൾക്കും കൂടി വരാം, ആർക്കെങ്കിലും ഒരാൾക്ക്. ധൈര്യമുള്ള ആരുമില്ലേ? എനിപടി ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും പറയണം എന്ന്. പിന്നെ അതൊരു ചലിപ്പ് അകത്ത് തോന്നുമ്പോൾ നമ്മൾ പറയൂല, വേണ്ടല്ലോ ഞാൻ ഈ ആറ്റിന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചിരിക്കും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാല് അതിനകത്ത് കാര്യമൊന്നുമില്ല. അവരിഷ്ടമുള്ളവർ ചിന്തിച്ചോട്ടെ. ഒരാളും കൂടി വരൂ ധൈര്യസമേതം. ആരുമില്ല? എനിബഡി കേൾക്കുന്നില്ലേ? നോബഡി. അപ്പൊ ഓക്കെ. അപ്പൊ ഒരിക്കൽ കൂടി ഇനിയിപ്പോ ഏതായാലും സമയത്തിന്റെ ഒരു 2-3 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി റിമൈൻഡ് ചെയ്ത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസും പറഞ്ഞു. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അത് തന്നെ ചോദ്യമാക്കുകയാണെങ്കിൽ ഡു എന്നുള്ള വെർബ് ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോദ്യമാക്കാമെന്ന് സൂചിപ്പിച്ചു. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ വരുമ്പോൾ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയും. സിമ്പിൾ പാസ്റ്റില് സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റൻസുമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കണം. അത് നിങ്ങൾ ഇങ്ങോട്ട് പറയും. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റൻസും പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് പറയും. അപ്പൊ അതിനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പോടു കൂടി തന്നെ വരിക. We will meet next time. Okay? Thank you, sir. Okay, welcome. Thank you, sir. Okay, welcome.